24 വാർത്തയിലേക്ക് വിശദമായി. പാലാ ബിഷപ്പിന്റെ വിവാദ പരാമർശത്തെ തുടർന്നുണ്ടായ സംഭവങ്ങളിൽ സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷം. വിവാദം കത്തുമ്പോൾ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. സ്നേഹവും മറ്റു പ്രലോഭനവും വഴി മതപരിവർത്തനം നടക്കുന്നത് അമർച്ച ചെയ്യേണ്ട ബാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ടെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ പരാമർശത്തിൽ വിവാദങ്ങൾ നിലനിൽക്കുന്നതിനിടെ സർക്കാരിനെ രൂക്ഷഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചത്. സമൂഹമാധ്യമങ്ങളിലെ വർഗീയ പ്രചാരണം തടയാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. CPIM-ന് ഗൂഢലക്ഷ്യമുണ്ടെന്നും വി ഡി സതീശൻ ആരോപിച്ചു. കത്തോലിക്ക സഭയ്ക്ക് ഗൗരവതരമായ പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് പരിശോധിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. സർക്കാർ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഇത് തമ്മിൽ അടിച്ചോട്ടെ എന്നുള്ളൊരു മട്ടിൽ നിൽക്കുകയാണ്. ഇത് ശരിയല്ല. CPM-ന് ഇക്കാര്യത്തിൽ ഒരു നയവുമില്ല. CPM-ന് ഇതിനകത്തൊരു നിഗൂഢമായ അജണ്ട അവർക്കുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇതിലൂടെ പ്രതികരിക്കുന്നത്. സർവകക്ഷി യോഗവും സാമുദായിക മതമേലധ്യക്ഷന്മാരുടെ യോഗവും വിളിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ബിഷപ്പിന്റെ പരാമർശം സതുദ്ദേശത്തോടെയാണെന്നും വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും പാലാ രൂപതയുടെ സഹായമെത്രാൻ ഫാദർ ജേക്കബ് മുരിക്കൻ 24-നോട് പറഞ്ഞു. സർക്കാർ ചർച്ചയ്ക്ക് വന്നാൽ സഹകരിക്കുമെന്നും സഹായമെത്രാൻ പിതാവ് ഉദ്ദേശിച്ചത് തൻ്റെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ സമൂഹത്തിലുണ്ട്, അത് ഗൗരവമായിട്ട് ജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യം ഒന്ന് അവരെ ഓർമ്മിപ്പിച്ചതാണ്. സ്നേഹവും മറ്റു പ്രലോഭനവും വഴി മതപരിവർത്തനം നടത്തുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രതികരിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് മതത്തിന്റെയോ സമുദായത്തിന്റെയോ പരിവേഷം നൽകുന്നത് ശരിയല്ലെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ അനുകൂലിച്ചും എതിർത്തും കൂടുതൽ നേതാക്കൾ രംഗത്ത്. നാർക്കോട്ടിക് ജിഹാദ് യാഥാർത്ഥ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. മതമേലധ്യക്ഷന്മാർ മിതത്വം പാലിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. അതിനിടെ പാലാ ബിഷപ്പിനെതിരെ പ്രകടനം നടത്തിയ മുസ്ലിം സംഘടനാ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. നർക്കോട്ടിക് ജിഹാദ് യാഥാർത്ഥ്യമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രതികരണം. പാലായിൽ പ്രതിഷേധത്തിന് ഈരാറ്റുപേട്ടയിൽ നിന്ന് ഗുണ്ടാ സംഘങ്ങൾ വന്നുവെന്നും ചോദിക്കാൻ ആളില്ലെന്ന് കരുതരുതെന്നും BJP കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്നും K. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഈരാറ്റുപേട്ടയിലെ ഗുണ്ടാ സംഘങ്ങൾ വന്നിട്ട് പാലയിൽ അഭ്യാസം കാണിച്ചാൽ അതിനെ കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസ് മാണിക്കാരും ഒക്കെ വെറുതെ ഇരിക്കും. ഞങ്ങൾ അങ്ങനെ വെറുതെ ഇരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മതമേലധ്യക്ഷന്മാർ മിതത്വം പാലിക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. വിഷയത്തിൽ ഇടതുമുന്നണി യോജിച്ച അഭിപ്രായം എടുത്തിട്ടില്ല. അതിനാൽ ഘടകകക്ഷികൾക്ക് ഭിന്ന അഭിപ്രായമുണ്ടാകുമെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഇതുപോലെ സമൂഹത്തെ വിഭജിക്കുന്ന വിഷയങ്ങളിൽ മതമേലധ്യക്ഷന്മാർ മിതത്വം പാലിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ബിഷപ്പിന് പരോക്ഷ പിന്തുണ നൽകി കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫും രംഗത്തെത്തി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയാണ് ബിഷപ്പ് പ്രതികരിച്ചത്. വിശ്വാസികളോട് ഇത്തരം വിപത്തിൽപ്പെടാതെ ജാഗരൂകരായിരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയതെന്നും PJ ജോസഫ് പറഞ്ഞു. മയക്കുമരുന്ന് ഒരു വിപത്താണ്. ആ മയക്കുമരുന്നിനെതിരെ ഉള്ള ഒരു ജാഗരൂകരായിരിക്കണമെന്നുള്ളൊരു ആഹ്വാനം അദ്ദേഹം നടത്തിയത്. പാലാ ബിഷപ്പിന്റെ പരാമർശം അനുചിതവും അപക്വവുമെന്ന് INL പ്രതികരിച്ചു. സ്വാഭാവികമായും അത് ധ്രുവീകരണത്തിന് ഇടയാക്കിയേക്കുമെന്നുള്ള ആശങ്ക പൊതുസമൂഹത്തോടൊപ്പം നമ്മളും പങ്കുവെക്കുന്നുണ്ട്. ബിഷപ്പിനെ പിന്തുണച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയും രംഗത്ത് വന്നു. ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നവർക്കെതിരെ ജാഗ്രത വേണം. പ്രണയ തീവ്രവാദവും ലഹരി തീവ്രവാദവും ഒരുമിച്ച് പോകുന്നവയാണ്. ചില വിപത്തുകൾക്കെതിരായ മുന്നറിയിപ്പാണ് പാലാ ബിഷപ്പ് നൽകിയതെന്നും ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. പെഗസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ എന്നതിൽ കേന്ദ്ര സർക്കാർ ഒളിച്ചുകളി തുടർന്നതോടെ വിഷയത്തിൽ ഇടക്കാല ഉത്തരവിടാൻ തീരുമാനിച്ച് സുപ്രീം കോടതി. അധിക സത്യവാങ്മൂലം സമർപ്പിക്കുന്നതിൽ പുനരാലോചനയുണ്ടായാൽ 3 ദിവസത്തിനകം അറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് അന്തിമാവസരം നൽകി. അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിയില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ കടുത്ത അതൃപ്തിയാണ് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് രേഖപ്പെടുത്തിയത്. അതേസമയം ഒന്നും ഒളിച്ചുവെക്കാനില്ലാത്തതുകൊണ്ടാണ് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു.
പൊതുതാൽപര്യവും രാജ്യസുരക്ഷയും മുൻനിർത്തി അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ ഇന്നും സുപ്രീം കോടതിയിൽ സ്വീകരിച്ചത്. വിഷയത്തെ പൊതുമധ്യത്തിൽ സംവാദത്തിന് വയ്ക്കാൻ താൽപ്പര്യമില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചു. ചോർത്തൽ പരാതികൾ നിഷേധിക്കുന്നില്ല. എല്ലാ വശവും വിദഗ്ധ സമിതി പരിഗണിക്കട്ടെ. സമിതി റിപ്പോർട്ട് കോടതിക്ക് പരിശോധിക്കാൻ കഴിയും. വിദഗ്ധ സമിതിയുടെ വിശ്വാസ്യതയെ സംശയിക്കേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ള ആരും സമിതിയിൽ ഉണ്ടാകില്ലെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഉറപ്പു നൽകി. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമില്ലെന്നും ഫോൺ ചോർത്തലിന് ഇരയായെന്ന പൗരന്മാരുടെ പരാതിയിലാണ് മറുപടി ആവശ്യപ്പെടുന്നതെന്നും ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് ഇന്നും ആവർത്തിച്ചു. വിദഗ്ധ സമിതി രൂപീകരിക്കുന്നതല്ല വിഷയം. മറ്റ് ഏജൻസികൾ ചാരപ്രവർത്തനം നടത്തിയോ എന്നതിൽ വിവരങ്ങൾ അറിയണം. രാജ്യസുരക്ഷ ഇപ്പോഴത്തെ നടപടികളുടെ ഭാഗമല്ല. നിയമപരമായോ അല്ലാതെയോ ചോർത്തൽ നടന്നോ എന്ന് കേന്ദ്രം പറയേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. പെഗസിസ് ഉപയോഗിച്ചത് പാർലമെന്റിൽ സമ്മതിച്ച കേന്ദ്ര സർക്കാർ കോടതിക്ക് വിവരങ്ങൾ നൽകാനാകില്ലെന്ന നിലപാട് സ്വീകരിക്കുന്നത് അവിശ്വസനീയമെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് കപിൽ സിബൽ പറഞ്ഞു. കോടതി മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്ന് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാകേഷ് ദ്വിവേദി ആവശ്യപ്പെട്ടു. പെഗസിസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ എന്നതിൽ കേന്ദ്ര സർക്കാർ മറുപടി നൽകില്ലെന്ന് വ്യക്തമായതോടെ ഇടക്കാല ഉത്തരവിലേക്ക് നീങ്ങാൻ സുപ്രീം കോടതി തീരുമാനിക്കുകയായിരുന്നു. MP പ്രദീപ് കുമാർ, 24 ഡൽഹി. CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്കെതിരെ താൻ പരസ്യ നിലപാടെടുത്തിട്ടില്ലെന്ന് കാനം രാജേന്ദ്രൻ. KE ഇസ്മയിൽ കത്തയച്ചോ എന്ന് തനിക്കറിയില്ല. പാർട്ടി കൌൺസിൽ എടുത്ത തീരുമാനമാണ് താൻ പറഞ്ഞത്. പെരുമാറ്റച്ചട്ടം ആരു ലംഘിച്ചാലും അത് ശരിയല്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. പാർട്ടിയിൽ അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഞാൻ അങ്ങനെ ഒരു പരസ്യ നിലപാടും എടുത്തിട്ടില്ലല്ലോ. എനിക്ക് കത്തൊന്നും തന്നിട്ടില്ല. എനിക്ക് എന്തിനാണ് KE ഇസ്മയിൽ കത്തയക്കുന്നത്? ഞാനും അദ്ദേഹവും തമ്മിൽ കഴിഞ്ഞ 3 ദിവസം ഒരുമിച്ചിരുന്ന ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന ആളുകളാണ്. കത്തൊന്നും അയക്കേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടി മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ, പെരുമാറ്റച്ചട്ടം ആര് ലംഘിച്ചാലും അത് ലംഘനമാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആർക്ക് വേണമെങ്കിലും ആ തൊപ്പിയെടുക്കാം. പാലായിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോസ് കെ മാണി ജനകീയനായിരുന്നില്ലെന്ന് CPI. കുണ്ടറയിൽ J മേഴ്സിക്കുട്ടിയമ്മയുടെ പെരുമാറ്റരീതി വോട്ടർമാർക്കിടയിൽ അതൃപ്തിയുണ്ടാക്കി. സീറ്റ് ലഭിക്കാത്ത ചില CPIM നേതാക്കൾ കുണ്ടറയിൽ KN ബാലഗോപാലിനെ ഒതുക്കാൻ നോക്കി. പീരുമേടും മണ്ണാർക്കാടും CPIക്ക് സംഘടനാപരമായ വീഴ്ചയുണ്ടായെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. പാലായിലെ തോൽവിയിലാണ് ജോസ് കെ മാണിക്ക് CPIയുടെ വിമർശനം. LDF സ്ഥാനാർത്ഥി ജനകീയനായിരുന്നില്ല. UDF സ്ഥാനാർത്ഥിക്കായിരുന്നു ജനകീയത. ഇത് തോൽവിക്ക് പ്രധാന കാരണമായി. UDF വിട്ടുവന്ന കേരള കോൺഗ്രസ് എമ്മിനെ ഇടതുപക്ഷത്തെ ഒരു വിഭാഗം ഉൾക്കൊണ്ടില്ല. കേരള കോൺഗ്രസ് പ്രവർത്തകരും തെരഞ്ഞെടുപ്പിൽ നിസ്സംഗരായിരുന്നു. ഇടതുമുന്നണിയുടെ ലീഡ് ഒരു പഞ്ചായത്തിൽ മാത്രമായി ഒതുങ്ങി. കുണ്ട്രയിൽ ഇടതു സ്ഥാനാർത്ഥി J മേഴ്സിക്കുട്ടിയമ്മയുടെ പെരുമാറ്റ രീതി ചർച്ചയായി മാറി. ഇത് വോട്ടർമാർക്കിടയിൽ രഹസ്യ അതൃപ്തിക്ക് കാരണമായി. UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ് വിനേശിയിൽ നിന്നും CPI. കൊട്ടാരക്കരയിൽ KN ബാലഗോപാലിന് ഭൂരിപക്ഷം കുറച്ചത് CPIM നേതാക്കളുടെ ചവിട്ടിപ്പിടുത്തമാണ്. സ്ഥാനാർത്ഥി മോഹികളായ ചിലർ സീറ്റ് കിട്ടാതെ വന്നപ്പോഴാണ് ചവിട്ടിപ്പിടുത്തം നടത്തിയത്. എതിർ സ്ഥാനാർത്ഥിയുടെ കുടുംബബന്ധം വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ UDFനെ സഹായിച്ചു. പീരുമേടും മണ്ണാർക്കാടും CPIക്ക് സംഘടനാപരമായ വീഴ്ചയുണ്ടായി. നാട്ടികയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട ഗീതാഗോപി പ്രചരണത്തിൽ സജീവമായില്ല. മണ്ണാർക്കാട് തോൽവിക്ക് നിരവധി കാരണങ്ങളാണ്. മന്ത്രിമാർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായി ഇടപെട്ടില്ല. ജനറൽ സെക്രട്ടറി D രാജ പങ്കെടുത്ത ഉൾപ്പെടെയുള്ള പ്രചരണ പരിപാടികളിൽ ജാഗ്രത കുറവുണ്ടായെന്നും തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. 24 തിരുവനന്തപുരം. ദേശീയ തലത്തിലുള്ള കോവിഡ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ദിവസത്തേക്കാൾ കോവിഡ് കണക്കുകളിൽ ചെറിയ കുറവ് കാണുന്നുണ്ട്. അത് ആശ്വാസകരവുമാണ്. എന്നാൽ കേരളത്തിലെ കണക്കുകൾ ചേർത്ത് വയ്ക്കുമ്പോഴാണ് കണക്കുകൾ കുതിക്കുന്നത് എന്നുള്ള ഒരു ഭീഷണിയും മുന്നിലുണ്ട്. നമുക്ക് കേരളത്തിലെ കോവിഡ് സാഹചര്യം എങ്ങനെയെന്ന് പരിശോധിക്കാം. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് 15,058 പേർക്കാണ്. 99 മരണം കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. TPR 16.39% ഇന്ന്. പരിശോധനകൾ നടത്തിയ സാമ്പിളുകളുടെ എണ്ണം കൂടി നമുക്കൊന്ന് നോക്കാം. 1,00,000 താഴെ മാത്രമാണ് ഇന്നത്തെ സാമ്പിൾ സൈസ്. 91,885 പേരിലാണ് ഇന്ന് കോവിഡ് പരിശോധന നടത്തിയത്. രോഗമുക്തരായവരുടെ എണ്ണം രോഗികളെക്കാൾ വളരെ ഉയർന്നു നിൽക്കുന്നു. 28,439 പേരാണ് ഇന്ന് കോവിഡ് ഭേദമായി ആശുപത്രി വിട്ടത്. ആരോഗ്യ പ്രവർത്തകർ രോഗബാധിതരാകുന്ന സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് 61 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇക്കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത്.
അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ് റാം മുഹമ്മദ്, കോവിഡ് കണക്കുകൾ നോക്കുമ്പോൾ സാമ്പിൾ സൈസ് കുറഞ്ഞതിന്റെ ഒരു ആശ്വാസം രോഗികളുടെ എണ്ണത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം ഇളവുകൾ കൂടുതൽ നൽകുന്നതിൽ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു എന്നുള്ളതിന്റെ സൂചനകൾ ഇന്ന് പുറത്തു വന്നിട്ടുമുണ്ടല്ലോ. സുജ, തീർച്ചയായും സംസ്ഥാനത്തെ രോഗവ്യാപനം മെല്ലെ കുറയുന്നു എന്ന് തന്നെയാണ് സർക്കാരിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസങ്ങളായി കാണുന്നൊരു പ്രത്യേകത, പ്രതിദിന രോഗബാധിതരെക്കാൾ കൂടുതൽ രോഗമുക്തർ ഉണ്ടാകുന്നുണ്ട്. ഇന്നും അത് തുടർന്നിട്ടുണ്ട്. സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15,058 പേർ രോഗബാധിതരായപ്പോൾ 28,439 പേർ രോഗമുക്തരായ ദിവസമാണ് ഇന്ന്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സാമ്പിളുകൾ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ സാമ്പിൾ പരിശോധന ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. 91,885 സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചത്. തൃശ്ശൂരിലാണ് ഇന്ന് രോഗബാധിതർ കൂടുതൽ. തൃശ്ശൂരിൽ 2000 കവിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ രോഗബാധിതരുടെ എണ്ണം. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 1000-ന് മുകളിലും പുതിയ രോഗികളുണ്ട്. 16.39% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 99 മരണങ്ങൾ കോവിഡ് മൂലമെന്ന് സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാനത്തെ രോഗവ്യാപനം കുറയുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ മേഖലയിൽ ഇളവ് നൽകുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുകയാണ്. അത് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ശനിയാഴ്ച ദിവസങ്ങളിൽ ഇനി മുതൽ പ്രവൃത്തി ദിവസമാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല സർക്കാർ ജീവനക്കാർക്ക് പഞ്ചിങ് അത് തിരിച്ചു കൊണ്ടുവരുന്നതിനും സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. കോവിഡ് വ്യാപനം കണക്കിലെടുത്തായിരുന്നു നേരത്തെ ഘട്ടത്തിൽ പഞ്ചിങ് ഒഴിവാക്കിയത്. കാർഡ് വഴിയുള്ള പഞ്ചിങ് അത് നിർബന്ധമാക്കാനാണ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യം, അതിനുള്ള അനുമതി സർക്കാർ നൽകണമെന്ന് ഈ ഹോട്ടൽ വ്യാപാരികളും വ്യവസായികളും ഒക്കെ സർക്കാരിനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ആ കാര്യം, അതുപോലെ തന്നെ ബാറുകളിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നതിനുള്ള സംവിധാനം, ഈ കാര്യങ്ങളെല്ലാം സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കോവിഡ് അവലോകന യോഗം ഇക്കാര്യങ്ങൾ പരിഗണിച്ച് അതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യമന്ത്രി അല്പം മുമ്പ് ആലപ്പുഴയിൽ പറഞ്ഞൊരു വിഷയമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു നൽകുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ട്. ഇതിനായി ഒരു വിദഗ്ധ സമിതി സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ വിവിധ വകുപ്പുകൾ, ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ വകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ ഈ കാര്യം പ്രായോഗികമായ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഈ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട് പല വിദഗ്ധന്മാരിൽ നിന്നും. ആ റിപ്പോർട്ടുകൾ പരിഗണിക്കും. മാത്രമല്ല ആരോഗ്യവകുപ്പ് കുട്ടികളിൽ ഈ രോഗാവസ്ഥയെ സംബന്ധിച്ചൊരു പഠനവും നടത്തുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു നൽകുന്നതിനുള്ള അന്തിമ തീരുമാനമെടുക്കുക. അത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലെ ഉന്നതതല യോഗത്തിൻ്റെതായിരിക്കും ആ തീരുമാനം. ശരി, വ്യക്തമാണ്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ട് പഞ്ചിങ് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ട് സാധാരണ ജീവിതത്തിലേക്ക്, കോവിഡിന് മുൻപുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പതുക്കെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. നാളെ അവലോകന യോഗത്തിന് ശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങൾ പുറത്തുവരിക. സംസ്ഥാനത്ത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനമായില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുട്ടികളിലെ രോഗാവസ്ഥ സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് പ്രത്യേക പഠനം നടത്തുന്നുണ്ട്. പഠന റിപ്പോർട്ട് ലഭിച്ച ശേഷം സ്കൂൾ തുറക്കുന്ന കാര്യം ആലോചിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് ആലോചിച്ചാണ് അതിൽ തീരുമാനം എടുക്കുക. ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സെറോ പ്രവലൻസ് സ്റ്റഡി നടത്തുന്നുണ്ട്. ആ സെറോ പ്രവലൻസ് സ്റ്റഡി ഈ മാസം അവസാനത്തോടുകൂടി പൂർണ്ണമാകും. ആ സെറോ പ്രവലൻസ് സ്റ്റഡിയിൽ കുഞ്ഞുങ്ങളുടെ സെറോ പോസിറ്റിവിറ്റി കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി വരുമ്പോൾ നമുക്കിത് സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകും. കോവിഡ് ബാധിതരുടെ ആത്മഹത്യ കോവിഡ് മരണമായി കണക്കാക്കാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാട് പുനഃപരിശോധിക്കണമെന്ന് സുപ്രീം കോടതി. കോവിഡ് മരണം കണക്കാക്കുന്നത് സംബന്ധിച്ചും മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗരേഖ പരിശോധിക്കുകയായിരുന്നു ജസ്റ്റിസ് MR ഷാ അധ്യക്ഷനായ ബെഞ്ച്. മരണ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഗണിക്കാനുള്ള ജില്ലാതല സമിതികൾ എപ്പോൾ രൂപീകരിക്കുമെന്ന് കേന്ദ്രം അറിയിക്കണം. ഏതൊക്കെ രേഖകൾ മരിച്ചവരുടെ കുടുംബം സമർപ്പിക്കണമെന്നതിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തണമെന്നും ജസ്റ്റിസ് MR ഷാ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ ഈ മാസം 23-നകം തയ്യാറാക്കാനും ഉത്തരവിട്ടു. കേസ് ഈ മാസം 23-നായിരിക്കും വീണ്ടും പരിഗണിക്കുക. കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ഉടൻ. വാക്സിന് അംഗീകാരം ഈ ആഴ്ച ലഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ കുറവ് കാണുന്നു. 24 മണിക്കൂറിനിടെ 27,254 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 219 പേർ മരിച്ചു. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം കിട്ടുന്നതോടെ കോവിഡ് പ്രതിരോധ രംഗത്ത് മാറ്റമുണ്ടാകും. കോവാക്സിൻ സ്വീകരിച്ച പ്രവാസികൾക്കും കോവാക്സിൻ കയറ്റുമതിക്കും ഏറെ ഗുണകരമാകുന്ന തീരുമാനം ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. വാക്സിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ ജൂലൈ അവസാന വാരം തന്നെ കമ്പനി ലോകാരോഗ്യ സംഘടനയ്ക്ക് കൈമാറിയിരുന്നു. 3ാം ഘട്ട പരീക്ഷണങ്ങളുടെ ഫലങ്ങളിൽ പൂർണ്ണ തൃപ്തി ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ധർ രേഖപ്പെടുത്തിയതാണ്. 12ഓളം രാജ്യങ്ങൾ കോവാക്സിൻ അംഗീകരിച്ചിട്ടുണ്ട്. തുടർച്ചയായ 78ാം ദിവസമാണ് രാജ്യത്തെ പ്രതിദിന രോഗികൾ 1,00,000-ൽ താഴെയായിരിക്കുന്നത്.
കഴിഞ്ഞ ദിവസത്തേക്കാൾ 4.5% കുറവ് പ്രതിദിന കേസുകളിലുണ്ടായി. 37,687 പേർക്ക് രോഗമുക്തി നേടി. പ്രതിവാര കോവിഡ് കേസുകളിലും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻ ആഴ്ചയിൽ നിന്ന് 13% കുറവ് ദേശീയതലത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ കേരളത്തിൽ 17% കുറവ് പ്രതിവാര കേസുകളിലുണ്ടായി. RT-PCR നെഗറ്റീവ് പരിശോധനാ സർട്ടിഫിക്കറ്റും 5 ദിവസത്തെ ക്വാറന്റൈനും കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഗോവയിൽ നിർബന്ധമാക്കി. 24 ഡൽഹി. MSF നേതാവ് ഫാത്തിമ തെഹ്ലിയക്കെതിരെ നടപടിയെടുത്ത മുസ്ലിം ലീഗ്. MSF ദേശീയ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഫാത്തിമ തെഹ്ലിയെ നീക്കി. അച്ചടക്ക ലംഘനത്തിനാണ് നടപടിയെന്നാണ് വിശദീകരണം. ഹരിതയ്ക്ക് പുതിയ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഫാത്തിമ തെഹ്ലിയക്കെതിരായ മുസ്ലിം ലീഗ് നടപടി. ഹരിത വിവാദത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നടപടികളെ പല ഘട്ടത്തിലും വിമർശിച്ച ഫാത്തിമ തെഹ്ലിയ വനിതാ കമ്മീഷനെ സമീപിച്ച ഹരിത ഭാരവാഹികൾക്ക് ഒപ്പമായിരുന്നു നിലകൊണ്ടത്. ഹരിതയുടെ പുതിയ കമ്മിറ്റി പ്രഖ്യാപനത്തെയും തെഹ്ലിയ വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അച്ചടക്ക നടപടി. നേതൃത്വം പ്രതികാര നടപടിയാണ് സ്വീകരിച്ചതെന്ന് ഹരിത മുൻ ജനറൽ സെക്രട്ടറി നജ്മ തബ്ഷീറ 24നോട് പറഞ്ഞു. ായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. കാരണം ഇതൊരു കേവല നടപടിയായി തോന്നുന്നില്ല, ഒരു പ്രതികാര നടപടിയായി തന്നെയാണ് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഭീതിതമാണ് എന്ന് തന്നെ പറയാം. കാരണം ഗുരുതരമായ അച്ചടക്ക ലംഘനം ആരോപിച്ചാണ് ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയയെ പുറത്താക്കിയിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഓസ്കർ ഫെർണാണ്ടസ് MP അന്തരിച്ചു. യോഗ ചെയ്യുന്നതിനിടെ വീണ് പരിക്കേറ്റ അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് മംഗളൂരു ഏനെപ്പോയ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജൂലൈ 17 മംഗളൂരു അത്തവാരയിലെ ഫ്ളാറ്റിൽ യോഗ ചെയ്യുന്നതിനിടെ ഓസ്കാർ ഫെർണാണ്ടസ് വീണത്. വൃക്കരോഗബാധിതനായിരുന്ന അദ്ദേഹത്തിന് വീഴ്ചയിൽ തലയിൽ രക്തം കട്ടപിടിച്ചിരുന്നു. 1941 മാർച്ച് 27 ഓസ്കാർ ഫെർണാണ്ടസ് ജനിച്ചത്. LICയിൽ ക്ലർക്കായിരുന്ന അദ്ദേഹം ഉടുപ്പി നഗരസഭാംഗമായാണ് രാഷ്ട്രീയത്തിൽ സജീവമായത്. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രിയായും സഹമന്ത്രിയായും പ്രവർത്തിച്ചു. ഉപരിതല ഗതാഗതം, തൊഴിൽ, യുവജന കാര്യം, സ്പോർട്സ്, പ്രവാസികാര്യം, സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന്റെ പാർലമെന്ററി സെക്രട്ടറിയായി. 1980 ഉടുപ്പിയിൽ നിന്നാണ് ആദ്യമായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 17 വർഷം ലോക്സഭാംഗമായിരുന്ന ഓസ്കാർ ഫെർണാണ്ടസ് 23 വർഷമായി രാജ്യസഭാംഗമാണ്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് AICC ജോയിന്റ് സെക്രട്ടറിയായിരുന്ന ഓസ്കാർ ഫെർണാണ്ടസ് നിലവിൽ AICC ജനറൽ സെക്രട്ടറിയാണ്. കുച്ചിപ്പുടിയിലും യക്ഷഗാനത്തിലും പേരെടുത്ത കലാകാരനാണ്. ഓസ്കാർ ഫെർണാണ്ടസിന്റെ മരണത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അനുശോചിച്ചു. 24 ഡൽഹി. നീറ്റ് പരീക്ഷയ്ക്കെതിരായ നിയമനിർമ്മാണത്തിനുള്ള ബിൽ തമിഴ്നാട് നിയമസഭ പാസാക്കി. പ്രതിപക്ഷവും ബില്ലിനെ അനുകൂലിച്ചു. ബില്ലിനെ എതിർത്ത് BJP നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. നീറ്റ് പരീക്ഷ റദ്ദാക്കുക, തമിഴ്നാടിനെ പൂർണ്ണമായും നീറ്റിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയവയാണ് ബില്ലിലെ പ്രധാന കാര്യങ്ങൾ. BJP ഒഴികെയുള്ള എല്ലാ പാർട്ടികളും അനുകൂലിച്ചതോടെ ബില്ല് പാസായി. 2017 അണ്ണാ-DMK പ്രമേയം പാസാക്കിയിരുന്നുവെന്നും എന്നാൽ ഇത് വിവിധ ഘട്ടങ്ങളിൽ പരാജയപ്പെട്ടുവെന്നും ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് എടപ്പാടി പളനിസ്വാമി പറഞ്ഞു. സേലം മേട്ടൂരിൽ നീറ്റ് പരീക്ഷ ആശങ്കയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയിരുന്നു. എന്നാൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ തിരികെയെത്തി. 2017 മുതൽ തന്നെ നീറ്റ് പരീക്ഷയെ തമിഴ്നാട് എതിർത്തിരുന്നു. തമിഴ് മാധ്യമങ്ങളിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നില്ല. പരീക്ഷയുടെ ആശങ്കയിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയും സംസ്ഥാനത്തുണ്ടായി. 24 ചെന്നൈ. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഭൂപേന്ദ്ര പട്ടേൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഞായറാഴ്ച ചേർന്ന BJP MLA-മാരുടെ യോഗത്തിലാണ് ഭൂപേന്ദ്ര പട്ടേലിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഭൂപേന്ദ്ര പട്ടേലിനെ പ്രധാനമന്ത്രിയും BJP അധ്യക്ഷനും അടക്കമുള്ളവർ അഭിനന്ദിച്ചു. മന്ത്രിസഭാ വികസനം 2 ദിവസത്തിനകം ഉണ്ടാകുമെന്ന് BJP നേതൃത്വം വ്യക്തമാക്കി. ഭൂപേന്ദ്രഭായി രജനീകാന്ത് ഭായ് പട്ടേൽ ഗുജറാത്തിന്റെ 17ാമത് മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. രാജ്ഭവനിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഗവർണർ ആചാര്യ ദേവവ്രത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയായി. ഗഡ്ലോദിയ മണ്ഡലത്തിൽ നിന്നുള്ള MLA-ആണ് ഭൂപേന്ദ്ര പട്ടേൽ. 59-കാരനായ ഭൂപേന്ദ്ര പട്ടേൽ കഡ്വ പട്ടേൽ സമുദായാംഗമാണ്. സർദാർ ധാം, വിശ്വമിയ ഫൗണ്ടേഷൻ എന്നീ പാട്ടിദാർ സംഘടനകളുടെ ട്രസ്റ്റി കൂടിയാണ് നിലവിൽ അദ്ദേഹം. പാട്ടിദാർ വിഭാഗത്തെ കൂടെ നിർത്താനുള്ള BJP ശ്രമങ്ങളുടെ ഭാഗമാണ് ഭൂപേന്ദ്ര പട്ടേലിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഭൂപേന്ദ്ര പട്ടേലിനെ പ്രധാനമന്ത്രി, BJP അധ്യക്ഷൻ, ആഭ്യന്തരമന്ത്രി അടക്കമുള്ളവർ അഭിനന്ദിച്ചു.
മുഖ്യമന്ത്രി മാത്രമാണ് ഇന്ന് അധികാരമേറ്റതെങ്കിലും മന്ത്രിസഭാ വികസനം 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും. ഗുജറാത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ മാറ്റം 2022 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നത് BJPയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് BJP മുഖ്യമന്ത്രിയെ മാറ്റി 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. സഹകരണ മേഖലയിൽ അഴിമതി വളർന്നതായി CPIM പാർട്ടി കത്ത്. സഹകരണ മേഖലയിലെ ചിലരുടെ പ്രവർത്തനങ്ങൾ പാർട്ടിക്കാകെ അപമാനമുണ്ടാക്കി. ചിലയിടങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സഖാക്കൾക്കും കമ്മിറ്റികൾക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. ക്രമക്കേടുകളുടെ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ടെന്നും പാർട്ടി കത്തിൽ പരാമർശമുണ്ട്. കീഴ്ഘടകങ്ങൾക്ക് സെപ്റ്റംബറിൽ CPIM നൽകിയ കത്തിന്റെ പകർപ്പ് 24-ന് കിട്ടി. സഹകരണ മേഖലയിൽ ഒരു ഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിലുള്ള അഴിമതി വളർന്നു വന്നതായി CPM പാർട്ടി കത്ത് വ്യക്തമാക്കുന്നുണ്ട്. പുറത്തു വന്നത് ചിലതാണെങ്കിൽ പുറത്തുവരാത്ത അനേകം കാര്യങ്ങളുണ്ടെന്നും പാർട്ടി കത്തിൽ പറയുന്നു. സഹകരണ മേഖലയിലെ ചിലരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ പാർട്ടിക്ക് ആകെ അപമാനം വരുത്തിയെന്ന് CPM പാർട്ടി കത്തിൽ പരാമർശമുണ്ട്. ചിലയിടങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി സഖാക്കൾക്കും കമ്മിറ്റികൾക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചെന്നും പാർട്ടി കത്തിൽ കുറ്റപ്പെടുത്തുന്നു. അതാത് പ്രദേശത്തെ പാർട്ടി ഘടകങ്ങൾ പ്രദേശത്തെ സഹകരണ ബാങ്കുകളെ കുറിച്ചുള്ള റിപ്പോർട്ട് ഈ റിപ്പോർട്ട് ജില്ലാ കമ്മിറ്റി സെപ്റ്റംബർ 30-ന് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അഴിമതി കടന്നുകൂടിയിട്ടുണ്ടെന്നും പാർട്ടി വിലയിരുത്തുന്നു. പാർട്ടി ഘടകം കാണിക്കുന്ന അലംഭാവമാണ് ഇത്തരം അഴിമതികൾക്ക് കാരണം. സ്വയം അധികാര കേന്ദ്രങ്ങളായി മാറുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്ന ചില സഖാക്കളുണ്ടെന്നും അത് പാർട്ടിക്കോ ഭരണത്തിനോ നേട്ടമുണ്ടാക്കുന്നില്ല എന്നും കത്തിൽ പരാമർശിക്കുന്നു. CPM താഴെത്തട്ടിൽ സെപ്റ്റംബർ മാസത്തിൽ നൽകിയ കത്തിലാണ് ഇക്കാര്യമുള്ളത്. സഹിൻ ആന്റണി, 24, കൊച്ചി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ 4 ഭരണസമിതി അംഗങ്ങളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. ബാങ്ക് മുൻ പ്രസിഡന്റ് KK ദിവാകരൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കളാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 9 പേരാണ് അറസ്റ്റിലായത്. അതേസമയം കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പിന്നീട് പരിഗണിക്കാനായി മാറ്റി. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM നേതൃത്വത്തിനും പങ്കുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഭരണസമിതി അംഗങ്ങളുടെ അറസ്റ്റ്. കരുവന്നൂർ ബാങ്കിൽ നിന്നും ലോൺ എടുത്തവരുടെ മൊഴി ഉൾപ്പെടെ ശേഖരിച്ചാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങിയത്. മുൻ ബാങ്ക് പ്രസിഡന്റും CPIM മാടായിക്കോണം സ്കൂൾ ബ്രാഞ്ച് അംഗവുമായ KK ദിവാകരൻ, ഭരണസമിതി അംഗങ്ങളായ ബൈജു TS, ജോസ് ചക്രംപിള്ളി, ലളിതൻ VK എന്നിവരാണ് അറസ്റ്റിലായത്. TS ബൈജുവിനെ പാർട്ടി പൊറത്തുശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ജോസ് ചക്രംപിള്ളി മാപ്രാണം ചർച്ച് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു. VK ലതികൻ CPI അംഗമാണ്. ബാങ്ക് മുൻ ഭരണസമിതി അംഗങ്ങളായ 12 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ആകെയുള്ള 18 പ്രതികളിൽ 9 പേരെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. ബാക്കിയുള്ളവരുടെ അറസ്റ്റ് ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ഭരണസമിതി അംഗങ്ങളുടെ അറസ്റ്റ് വൈകിപ്പിക്കാൻ പാർട്ടി ഇടപെടൽ ഉണ്ടായെന്ന ആരോപണവും ഉയർന്നിരുന്നു. 24 തൃശൂർ. ഈരാറ്റുപേട്ട നഗരസഭയിൽ CPIM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ SDPI പിന്തുണച്ചതോടെ UDF ഭരണത്തിൽ നിന്ന് പുറത്തായി. SDPIയുടെ 5 അംഗങ്ങളും കോൺഗ്രസിലെ 1 അംഗവുമാണ് CPIM പ്രമേയത്തെ അനുകൂലിച്ചത്. മുസ്ലിം ലീഗാണ് നിലവിൽ നഗരസഭ ഭരിച്ചത്. UDF വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. മുസ്ലിം ലീഗിലെ സുഹറ അബ്ദുൽ ഖാദർ ആയിരുന്നു ഈരാറ്റുപേട്ട നഗരസഭാ ചെയർപേഴ്സൺ. 9 അംഗങ്ങളുള്ള ഇടതുമുന്നണി ഇവർക്കെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. ഇതിനിടെയാണ് SDPI പിന്തുണച്ചത്. കോൺഗ്രസിൽ നിന്ന് കൂറുമാറിയ അൻസലിനെയും പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ UDF ഭരണത്തിൽ നിന്ന് പുറത്തായി. SDPIയുമായി യാതൊരു കൂട്ടുകെട്ടും ഉണ്ടാകില്ല എന്നായിരുന്നു CPIM നിലപാട്. ഫലത്തിൽ ഈരാറ്റുപേട്ട സംഭവം കോൺഗ്രസിന് ആയുധമായിരിക്കുകയാണ്. SDPIയുടെ പിന്തുണയോടെ ഭരണത്തിലെത്താൻ ഇനി CPIM ശ്രമിക്കുമോ എന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. SDPI പിന്തുണച്ചു എന്നതിനപ്പുറം കോൺഗ്രസ് സംഘം കൂറുമാറി വോട്ട് ചെയ്തതും UDFന് വിനയായി. അതേസമയം SDPI പിന്തുണയെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാൻ CPIM ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. അഴിമതിക്കെതിരായാണ് തങ്ങൾ വോട്ട് ചെയ്തതെന്നാണ് SDPI നിലപാട്. 24 കോട്ടയം. നിസാമുദ്ദീൻ എക്സ്പ്രസിൽ മയക്കുമരുന്ന് നൽകി യുവതികളിൽ നിന്ന് സ്വർണം കവർന്ന സംഭവം റെയിൽവേ പോലീസിന്റെ പ്രത്യേക സ്ക്വാഡ് അന്വേഷിക്കും. എറണാകുളം റെയിൽവേ ഡിവൈഎസ്പി നേതൃത്വം നൽകും. കോച്ചിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരുടെയും വിവരങ്ങൾ പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഡൽഹി തിരുവനന്തപുരം നിസാമുദ്ദീൻ ട്രെയിനിലെ കവർച്ചയിൽ അന്വേഷണം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് റെയിൽവേ പോലീസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചത്. എറണാകുളം റെയിൽവേ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. പ്രതിയെന്ന് കരുതുന്ന അക്സർ ബാക്ഷയെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം തുടരുന്നത്. അതേസമയം കവർച്ച നടന്നത് എവിടെ വെച്ചെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് അന്വേഷണത്തിന് തിരിച്ചടിയായി. കോച്ചിലെ എല്ലാ യാത്രക്കാരുടെയും വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്.
CCTV ദൃശ്യങ്ങൾ ലഭ്യമാകാനിടയുള്ള സ്റ്റേഷനുകളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കും. മറ്റു പോലീസ് സ്റ്റേഷനുകൾക്കും അക്സർ ബാക്ഷിയുടെ വിവരങ്ങൾ റെയിൽവേ പോലീസ് കൈമാറിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അന്വേഷണത്തിന് കോയമ്പത്തൂർ പോലീസിന് സഹായം തേടാനും ആലോചിക്കുന്നുണ്ട്. യുവതികൾക്ക് കുടിവെള്ളത്തിൽ മയക്കുമരുന്ന് കലർത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. ഇത് സ്ഥിരീകരിക്കാനുള്ള പരിശോധനയും നടത്തും. 24 തിരുവനന്തപുരം. വാളയാർ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പെൺകുട്ടികളുടെ അമ്മയുടെ ഉപവാസ സമരം. കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ അട്ടപ്പള്ളത്തെ വീടിന് മുന്നിലാണ് വാളയാർ നീതി സമരസമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉപവാസം. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് മനസ്സമാധാനത്തോടുകൂടി നീതി കിട്ടിയെന്ന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാരണം എന്താ ചോദിച്ചാൽ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും സർവീസിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തെറ്റുകാരാണെന്ന് കോടതി സമ്മതിക്കുന്നു, സർക്കാർ സമ്മതിക്കുന്നുണ്ട്. എന്നിട്ടും അവരിനെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന DYSP MJ സോജൻ, SI PC ചാക്കോ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മ ഏകദിന ഉപവാസം നടത്തുന്നത്. സോജനും ചാക്കോയും കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു ആരോപിച്ച് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും അമ്മ പരാതി നൽകിയിരുന്നു. കോടതി ഇടപെടലിനെ തുടർന്ന് കേസ് CBIക്ക് വിട്ടെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടിയെടുത്തില്ലെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് മൂത്ത മകളുടെ ജന്മദിനത്തിൽ അമ്മ ഉപവാസമിരുന്ന് പ്രതിഷേധിക്കുന്നത്. സമരം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രമാദമായ കേസ്, കുറ്റവാളികൾ ഉണ്ട്, കുറ്റകൃത്യം നടന്നു എന്ന് പ്രാഥമികമായ വിവരം കിട്ടാതെ ഒരു കേസും CBI ഏറ്റെടുത്ത ചരിത്രമില്ല. അപ്പൊ CBI ഏറ്റെടുത്തിട്ടും ഹൈക്കോടതി കീഴ്ക്കോടതിയുടെ വിധി റദ്ദാക്കിയിട്ടും ഈ കേസിൽ കുറ്റവാളികളുടെ സ്ഥാനത്ത് നിൽക്കുന്ന, പ്രതികൂട്ടിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ എടുക്കുന്നു എന്നുള്ളത് വിചിത്രമായ ഒരു കാര്യമാണ്. CBI അന്വേഷണം തൃപ്തികരമാണെന്നാണ് പെൺകുട്ടികളുടെ അമ്മയും സമരസമിതിയും പറയുന്നത്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കും വരെ സമരം തുടരാനാണ് വാളയാർ പെൺകുട്ടികളുടെ അമ്മയുടെ തീരുമാനം. 24 പാലക്കാട്. കോൺഗ്രസിന് പിന്നാലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസിലും ആഭ്യന്തര കലഹം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട്, വർക്കല മണ്ഡലം ഭാരവാഹികളെ നിശ്ചയിച്ചതിലെ തർക്കമാണ് പോരിലേക്ക് നീങ്ങിയത്. തർക്കത്തെ തുടർന്ന് 2 മണ്ഡലം കമ്മിറ്റികൾ ദേശീയ നേതൃത്വം മരവിപ്പിച്ചു. യൂത്ത് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ KC വേണുഗോപാൽ ശ്രമിക്കുന്നുവെന്ന അമർഷവും യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട്. കോൺഗ്രസിലെ കലഹം ഒരു വിധത്തിൽ കെട്ടടങ്ങിയതിനു പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസിൽ പോര് മുറിച്ചിരിക്കുന്നത്. വർക്കല, നെടുമങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ പ്രഖ്യാപനവും ദേശീയ നേതൃത്വം ഇടപെട്ട് മരവിപ്പിച്ചതുമാണ് പുതിയ പോരിനാധാരം. ഗ്രൂപ്പ് വീതം വെപ്പ് ആരോപിച്ച വർക്കലയിലെ ഭാരവാഹികളിൽ ചിലർ ഇന്നലെ രാജിവെച്ചിരുന്നു. ഇതു സംബന്ധിച്ച പരാതികൾ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചതോടെയാണ് കമ്മിറ്റികൾ മരവിപ്പിച്ചത്. എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ മറികടന്നുള്ള ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിനു പിന്നിൽ മറ്റു ചില താൽപ്പര്യങ്ങളുണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആക്ഷേപം. യൂത്ത് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യാൻ KC വേണുഗോപാൽ ഇടപെടുന്നുവെന്നാണ് ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത്. ഗ്രൂപ്പുകളുടെ പേര് പറഞ്ഞ് KC വേണുഗോപാൽ പുതിയ ഗ്രൂപ്പിന് കളമൊരുക്കുന്നുവെന്ന പരാതി വ്യാപകമാണ്. യൂത്ത് കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ പോലുമുള്ള ഈ ഇടപെടൽ അനുചിതമാണെന്നും ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. യൂത്ത് കോൺഗ്രസ് വക്താക്കളുടെ നിയമനവും വിവാദത്തിന് പിന്നാലെ നേരത്തെ മരവിപ്പിച്ചിരുന്നു. സംസ്ഥാന ഘടകത്തെ ഇരുട്ടിൽ നിർത്തിയുള്ള തീരുമാനം ദേശീയ നേതൃത്വം അവസാനിപ്പിക്കണമെന്ന് ഭാരവാഹികൾ രേഖാമൂലം അന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതാണ്. എന്നിട്ടും ഏകപക്ഷീയ നടപടികൾ തുടരുന്നതിൽ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ കടുത്ത അമർഷത്തിലാണ്. KC വേണുഗോപാലിന്റെ സമ്മർദ്ദമാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഏകപക്ഷീയ തീരുമാനങ്ങൾക്ക് പിന്നിലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. 24 തിരുവനന്തപുരം. സ്പോർട്സ് ക്വാട്ട നിയമന പട്ടികയിൽ ഉൾപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിയമന ഉത്തരവ് നൽകാതെ സർക്കാർ വഞ്ചിച്ചെന്ന് ദേശീയ മെഡൽ ജേതാക്കളായ കായിക താരങ്ങൾ. 2010-2014 കാലയളവിൽ നിയമന പട്ടികയിൽ ഉൾപ്പെട്ട താരങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പ്. കേരളത്തിനായി നിരവധി മെഡലുകൾ നേടിയ താരങ്ങളാണ് അർഹതപ്പെട്ട ജോലിക്കായി ശബ്ദമുയർത്തുന്നത്. 2010-14 കാലത്തെ പട്ടികയിൽ ഉൾപ്പെട്ട 250 പേരിൽ ഹോക്കി താരം PR ശ്രീജേഷ് ഉൾപ്പെടെ 196 താരങ്ങൾക്ക് 2019 ജോലി ലഭിച്ചു. 54 താരങ്ങൾക്ക് വർഷം പലതു കഴിഞ്ഞിട്ടും നിയമനം ലഭിച്ചില്ല. എന്നാൽ 250 പേർക്കും നിയമനം നൽകിയെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. ആ പട്ടികയിൽ ഉൾപ്പെട്ട തങ്ങൾ ജോലിക്ക് പുറത്താണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയിട്ടും വ്യക്തമായ മറുപടിയില്ല. ധനവകുപ്പ് ഫയൽ പിടിച്ചുവെച്ചിരിക്കുകയാണെന്നാണ് താരങ്ങളുടെ ആരോപണം. നമ്മൾ പറയുന്നുണ്ട് സ്പോർട്സുകാരുടെ റെക്കോർഡ് നിയമനം 580 റെക്കോർഡ് നിയമനം നടന്നെന്ന് പറയുന്നു. അതിൽ സ്പോർട്സുകാർ 250 10-14 വർഷത്തിൽ 249 വേക്കൻസി ഫില്ലപ്പ് ചെയ്തു എന്ന് പറയുന്നു. ആ ഫില്ലപ്പ് ചെയ്തു എന്ന് പറയുന്ന ഞങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. തെറ്റാണ്. കായിക മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ്
സൂചനാ സമരം. ഇതിന് പുറകെ ഞങ്ങൾ ഒരുപാട് നാൾ അലഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും സെക്രട്ടേറിയറ്റ് പടി കയറി ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അനുകൂലമായ ഒരു തീരുമാനങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിപ്പെടേണ്ടി വന്നത്. ഇതിനിടെ 2015-19 കാലയളവിലെ സ്പോർട്സ് കോട്ട നിയമനത്തിനായുള്ള സർട്ടിഫിക്കറ്റ് പരിശോധന ആരംഭിച്ചതോടെ തങ്ങൾക്ക് അർഹതപ്പെട്ട ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു. 24 തിരുവനന്തപുരം. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മിഠായി തെരുവിൽ അഗ്നിശമന സേന ഫയർ ഓഡിറ്റ് തുടങ്ങി. പരിശോധനയ്ക്കൊപ്പം തന്നെ വ്യാപാരികൾക്ക് നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. വിശദമായ റിപ്പോർട്ട് ഉടൻ കളക്ടർക്ക് സമർപ്പിക്കും. പോലീസിന്റെയും കോർപ്പറേഷൻ അധികൃതരുടെയും അന്വേഷണവും തുടരുകയാണ്. ബീച്ച്, മീൻചന്ത, വെള്ളിമാടുകുന്ന് സ്റ്റേഷനുകളിൽ നിന്നുള്ള 3 ടീമുകളാണ് ഫയർ ഓഡിറ്റ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായ കെട്ടിടവും സംഘം സന്ദർശിച്ചു. കെട്ടിടങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോയെന്ന് പരിശോധിക്കുന്നുണ്ട്. ഇടനാഴികളിൽ വ്യാപാരം നടത്തുന്നതും വൈദ്യുതി സംവിധാനങ്ങൾ വരെ മൂടിവെച്ച് സാധനങ്ങൾ സൂക്ഷിക്കുന്നതും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അവിടെ ഇപ്പോൾ ഫയർ ഉണ്ടായതിനെ നമുക്കറിയാം. നമ്മളെ സ്വിച്ച് ബോർഡും അതുപോലെ മീറ്ററിന്റെ അടുത്തും അതുപോലെ സൈൻ ബോർഡും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് അതിന്റെ കൂടെ ഡംപ് ചെയ്ത് സാധനങ്ങൾ വെക്കുന്ന ഒരു അപകടാവസ്ഥ, അത് സ്പാർക്കിന് കാരണമാവും. അതുപോലെ തന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഫയർ എക്സിറ്റ് ഉണ്ടല്ലോ, ആ കോണിപ്പടികളിലൊക്കെ സാധനങ്ങൾ ഡംപ് ചെയ്യുന്ന ഒരു വിഷയം. അതുപോലെ ഷോപ്പുകൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് അത് കീപ്പ് ചെയ്യാതുള്ള ഒരു ഡംപ് ചെയ്തുള്ള ഒരു സംഭവം, അതൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നേതൃത്വത്തിലും പരിശോധന നടത്തി. തീപിടുത്തമുണ്ടായാൽ അണയ്ക്കാൻ നേരിടുന്ന പ്രയാസങ്ങൾ അഗ്നിശമന സേന കോർപ്പറേഷൻ അധികൃതരെ നേരിട്ട് കാണിച്ചു കൊടുത്തു. ഇത് ഇങ്ങനെ ഈ ഗവൺമെന്റ് ഒരു ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ പകലാണെങ്കിലും ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്തു. അപ്പം അതൊരു വിഷയമാണ്. മിഠായി തെരുവിൽ സ്ഥാപിച്ച ഫയർ ഹൈഡ്രന്റുകളിലേക്ക് വെള്ളം നേരിട്ടെത്തിക്കണമെന്നും വ്യാപാരികൾക്ക് ബോധവൽക്കരണം നടത്തണമെന്നും അഗ്നിശമന സേനയുടെ റിപ്പോർട്ടിലുണ്ട്. 24 കോഴിക്കോട്. കിറ്റെക്സിനും കിഴക്കമ്പലം പഞ്ചായത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എംഎൽഎമാർ. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഗുരുതര നിയമലംഘനങ്ങളാണ്. ജില്ലാ കളക്ടർ നൽകുന്ന വിശദമായ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടിക്ക് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്യാനാണ് എംഎൽഎമാരുടെ തീരുമാനം. അതേസമയം 2020 പാർട്ടിയുടെ വളർച്ച ഭരണപ്രതിപക്ഷ പാർട്ടികൾ ഭയക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ആരോപണങ്ങൾക്കും പരിശോധനയ്ക്കുമെല്ലാം കാരണമെന്നായിരുന്നു കിറ്റെക്സ് MD സാബു M ജേക്കബിന്റെ പ്രതികരണം. പല ഘട്ടങ്ങളിലായി സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ കിറ്റെക്സിൽ നടത്തിയ പരിശോധനകളുമായി ബന്ധപ്പെട്ട എംഎൽഎമാരായ PV ശ്രീനിജൻ, PT തോമസ്, എൽദോസ് കുന്നപ്പള്ളി എന്നിവർ ജില്ലാ വികസന സമിതി യോഗങ്ങളിൽ പരാതി ഉന്നയിച്ചിരുന്നു. ഇക്കാര്യം ചർച്ച ചെയ്യാനാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം വിളിച്ചത്. 3.5 മണിക്കൂറിലേറെ നീണ്ട യോഗത്തിൽ പരിശോധനകൾ നടത്തിയ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചത് ഗുരുതര നിയമലംഘനങ്ങളാണെന്ന് എംഎൽഎമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ 2020 ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ CSR ഫണ്ട് ചെലവഴിക്കുന്നതിലടക്കം ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും എംഎൽഎമാർ തുറന്നടിച്ചു. 2020 എന്നുള്ളത് ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും CSR ഫണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്നൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തള്ളുന്നതായിരുന്നു കിറ്റെക്സ് MD സാബു ജേക്കബിന്റെ പ്രതികരണം. നേരത്തെ 78 നിയമലംഘനങ്ങൾ നടന്നു എന്ന് പറഞ്ഞത് ഇപ്പോൾ 8 ആയി ചുരുങ്ങി. നിയമലംഘനം എന്താണെന്നത് പറയുന്നില്ല. ഉദ്യോഗസ്ഥർ പലതവണ പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ലെന്നും സാബു ജേക്കബ് പറഞ്ഞു. കൂടാതെ കിഴക്കമ്പലം പഞ്ചായത്തിലെ പദ്ധതി വിഹിതത്തിൽ നിന്ന് 13.5 കോടി രൂപ മിച്ചം പിടിച്ചത് അപരാധമായി കാണുന്നു. ഈ ആരോപണങ്ങൾക്കും പരിശോധനകൾക്കുമെല്ലാം കാരണം 2020യുടെ വളർച്ചയാണെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. ഇന്നത്തെ ചർച്ചയിൽ എന്തുകൊണ്ട് മാലിന്യത്തെ പറ്റി പറഞ്ഞില്ല? എന്തുകൊണ്ട് പ്രസ്താവനയില് മാലിന്യത്തെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല? കാരണം ഒരു രീതിയിലും കിറ്റെക്സ് കമ്പനി മാലിന്യം പുറത്തുവിടുന്നതായിട്ട് ഒരു തെളിവുകൾ പോലും ഒരു ഡിപ്പാർട്ട്മെന്റുകൾ പോലും ഇതുപോലെ തലനാര് ഇട കീറുന്ന മാതിരി തന്നെ പരിശോധിച്ചിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 24 കൊച്ചി. തിരുവനന്തപുരം കഴക്കൂട്ടം കാറോഡ് ബൈപ്പാസിലെ ടോൾ പിരിവിനെതിരെ പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ്. പേട്ടയിലെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പേ തിരുവല്ലത്ത് ടോൾ പിരിവ് തുടങ്ങിയതിനെതിരെ 1 മാസത്തോളമായി പ്രതിഷേധം നടന്നുവരികയാണ്. ഇതിന്റെ തുടർച്ചയായാണ് ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും പ്രതിഷേധം കടുപ്പിച്ചത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ഇതോടെ പോലീസ് ഇടപെട്ടു.
തുടർന്ന് പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ തയ്യാറായില്ല. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. അരമണിക്കൂറോളം നീണ്ടുനിന്ന പ്രതിഷേധത്തിനൊടുവിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നേരത്തെ KPCC അധ്യക്ഷൻ K. സുധാകരൻ അടക്കമുള്ളവർ കോൺഗ്രസ് ഏറ്റെടുത്ത സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. 24 തിരുവനന്തപുരം. മ്യൂസിയം മൃഗശാല വകുപ്പിന്റെ തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലെ അടച്ചിട്ടിരിക്കുന്ന മ്യൂസിയങ്ങൾ നാളെ മുതൽ തുറന്നു നൽകാൻ തീരുമാനം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മ്യൂസിയങ്ങൾ നാളെ മുതൽ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് മ്യൂസിയം മൃഗശാല ഡയറക്ടർ അറിയിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും മൃഗശാലകൾ തുറന്ന് പ്രവർത്തിക്കുക. തിരുവനന്തപുരം മ്യൂസിയം പരിസരത്ത് പ്രഭാത സായാഹ്ന നടത്തക്കാർക്കും അനുമതി നൽകി. ഡൽഹിയിൽ വായു ഗുണനിലവാരം വരും ദിവസങ്ങളിൽ വീണ്ടും മോശമാകുമെന്ന് മുന്നറിയിപ്പ്. സാഹചര്യങ്ങൾ ഭീതിയുണ്ടാക്കുന്നതാണെന്നും അയൽ സംസ്ഥാനങ്ങൾ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നതിൽ നിയന്ത്രണം പാലിക്കണമെന്നും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിർദ്ദേശിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ രൂക്ഷമായ വായു മലിനീകരണം ഡൽഹിയിൽ വലിയ സാമൂഹ്യ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. സുപ്രീം കോടതി വിഷയത്തിൽ ഇടപെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ താക്കീതും ചെയ്തിരുന്നു. പഞ്ചാബ്, ഹരിയാന, UP സംസ്ഥാനങ്ങളിൽ കാർഷികാവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന പുകയാണ് വായു മലിനീകരണത്തിന് പ്രധാന കാരണം. വായു മലിനീകരണം തടയാൻ കേന്ദ്ര സർക്കാർ ഇടപെടൽ അനിവാര്യമാണെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കി. കാർഷികാവശിഷ്ടങ്ങൾ ജൈവവളമാക്കി മാറ്റാൻ ബയോ ഡീകമ്പോസർ സൗജന്യമായി ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. तो राज्य सरकारों को कहा जाए कि अब पराली के लिए मदद कीजिए किसानों की, सारे किसानों के बायो डिकम्पोजर सारे किसानों के खेतों में कि राज्य सरकार फ्री में छिड़काव कराए. इतना सस्ता कोई भी राज्य सरकार करा सकती है, वो फ्री में छिड़काव कराए सारी राज्य सरकारें. और अब पराली को जलाने की जरूरत नहीं है. अब कम से कम हम लोगों को, सब लोगों को प्रदूषण से मुक्ति मिलनी चाहिए. ഒക്ടോബർ പകുതിയോടെ ഡൽഹിയുടെ അന്തരീക്ഷം കൂടുതൽ മലിനമായേക്കും. ഡൽഹിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി പേർക്ക് വായു മലിനീകരണം ശ്വാസകോശ രോഗങ്ങൾക്കടക്കം കാരണമായിരുന്നു. പുതിയ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ പ്രത്യേക വാർഡടക്കം സജ്ജീകരിക്കും. ഡൽഹിയിലെ വായു മലിനീകരണം കഴിഞ്ഞ വർഷങ്ങളിൽ BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള രാഷ്ട്രീയ വിവാദമായും വളർന്നിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നടത്തിയ വാർത്താ സമ്മേളനവും സൂചിപ്പിക്കുന്നത് ഈ വർഷവും കാര്യങ്ങൾ രാഷ്ട്രീയ വാദപ്രതിവാദത്തിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ്. ലെൻസി ജോസഫ്, 24, ഡൽഹി. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ഗുണം ചെയ്യില്ലെന്ന് യാക്കോബായ സഭ. യാഥാർത്ഥ്യം ഉൾക്കൊള്ളണമെന്നും മതസൗഹാർദ്ദം നിലനിൽക്കണമെന്നും കൊച്ചി ഭദ്രാസനാധിപൻ ജോസഫ് മാർ ഗ്രിഗോറിയോസ്. മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ചോദ്യം ചെയ്യപ്പെടരുത്. ചില തെറ്റായ പ്രവണതകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടെന്നും ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. 24 വാർത്ത പൂർണ്ണമാവുകയാണ്.